Hello my dear students, hope you are all doing great. അപ്പോൾ നമ്മളിന്ന് +2 എക്കണോമിക്സിൽ നിന്നുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സീരീസാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ +2 എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് മൈക്രോ എക്കണോമിക്സിൽ നിന്നുള്ള ആദ്യ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള 1 മാർക്കിൻ്റെ 22ഓളം ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ആൻഡ് ജസ്റ്റിഫൈ എന്ന് പറയുന്നൊരു പാർട്ടാണ്. സോ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വെൽത്ത്, വെൽഫെയർ, എക്കണോമി, സ്കാർസിറ്റി. ഓക്കെ, സോ ഇവിടെ 4 പാർട്ട് തന്നിട്ടുണ്ട്. ഇതിൽ ഓഡ് വൺ ആയിട്ടുള്ളത് ഒറ്റയാൻ ആരാണ് എന്ന് കണ്ടെത്താനുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ വെൽത്ത്, വെൽഫെയർ, എക്കണോമി, സ്കാർസിറ്റി എന്ന് പറയുന്ന ഈ 4 ടേംസിൽ എക്കണോമി എന്ന് പറയുന്ന പാർട്ട് എന്താണ്? ഇതാണ് ഓഡ് വൺ ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻസിൻ്റെ പാർട്ടിൽ വരുന്നതാണ്. വെൽഫെയർ റിലേറ്റഡ് ആയിട്ടുണ്ട്, വെൽത്ത് റിലേറ്റഡ് ആയിട്ടുണ്ട്, സ്കാർസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എക്കണോമിക് കോൺസെപ്റ്റ്സ് ആണ് അതെല്ലാം, അല്ലേ? പക്ഷേ എക്കണോമി എന്ന് പറയുന്നത് മാത്രമാണ് ഇതിൽ ഓഡ് വൺ ആയിട്ട് വരുന്നത്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ്. 4 വേർഡ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഇൻട്രസ്റ്റ് ആണ് എന്ത് ഇവിടെ ഓഡ് വൺ ആയിട്ട് വരുന്നത്. കാരണം ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷനാണ് ഇവിടെ വരേണ്ടിയിരുന്നത്. കാരണം എന്താ, ഈ 4 എണ്ണമാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ വരുന്നത്. പക്ഷേ ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ഓരോ പാർട്ടിനും നമുക്കറിയാം, ലാൻഡിനും ലേബറിനും ക്യാപിറ്റലിനും ഓർഗനൈസേഷനും എല്ലാം എന്ത് കിട്ടുന്നുണ്ട്? റിവാർഡ് കിട്ടുന്നുണ്ട്. അതിലൊരു റിവാർഡിൻ്റെ പാർട്ടിൽ വരുന്നതാണ് എന്ത്? ഈ പറയുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇൻട്രസ്റ്റ് ആണ് ഇവിടെ ഓഡ് വൺ ഔട്ട്. ദെൻ മൂന്നാമത്തത് PPC, കോൺകേവ്, കോൺവെക്സ്, ലീനിയർ. ഓക്കെ, ഇവിടെ PPC ഉണ്ട്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, കോൺകേവ്, കോൺവെക്സ്, ലീനിയർ. ഇതിൽ PPC ആണ് ഇവിടെ ഓഡ് വൺ ആയിട്ട് വരുന്നത്. ബാക്കിയെല്ലാം PPCയുടെ ഡിഫറെൻറ്റ് ഷേപ്പുകളാണ്. PPC കോൺകേവ് ആവാം, കോൺവെക്സ് ആവാം, ലീനിയർ ആവാം. ഓക്കെ, ഇനി നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സോ റെൻറ്റ്, വേജസ്, ലാൻഡ്, പ്രോഫിറ്റ്. നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തതിനകത്ത് നമ്മൾ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഇൻട്രസ്റ്റ് ആണ് ഓഡ് വൺ ഔട്ട് എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് ഇതിൽ റിവാർഡുകളാണ് തന്നിരിക്കുന്നത്. റെൻറ്റ് എന്ന് പറയുന്നത് ലാൻഡിന് കിട്ടുന്ന റിവാർഡാണ്, ലേബറിന് കിട്ടുന്ന റിവാർഡാണ് വേജസ് എന്ന് പറയുന്നത്. അതേപോലെ ക്യാപിറ്റലിന് കിട്ടുന്ന ഒരു റിവാർഡാണ് എന്ത്? ഈ പറയുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഓൺട്രപ്രീനർക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷന് കിട്ടുന്നതാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ലാൻഡ് എന്ന് പറയുന്നത് മാത്രം എന്താണ്? ഈ പറയുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ വരുന്നതാണ്. ബാക്കിയെല്ലാം എന്താണ്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ റിവാർഡുകളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓഡ് വൺ ഔട്ട് ഏതാണ്? ലാൻഡ് ഏതാണ്? അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ ഓഡ് വൺ ഔട്ട് ക്വസ്റ്റ്യൻസും നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പ് of questions നോക്കാം. ഓക്കെ, സോ ഡാഷ് എക്കണോമിക്സ് ഡീൽസ് വിത്ത് സ്റ്റേറ്റ്മെന്റ്സ് സച്ച് ആസ് എ വാട്ട് ഔട്ട് ടു ബി. ഓക്കെ, വാട്ട് ഔട്ട് ടു ബി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ഡീൽ ചെയ്യുന്ന എക്കണോമിക്സിൻ്റെ പാർട്ട് ഏതാണ്? നമുക്കറിയാം, പോസിറ്റീവ് എക്കണോമിക്സും ഉണ്ട്, നോർമേറ്റീവ് എക്കണോമിക്സും ഉണ്ട്. ഇവിടെ നോർമേറ്റീവ് എക്കണോമിക്സ് ആണ് വാട്ട് ഔട്ട് ടു ബി എന്ന് പറയുന്നതിൽ വരുന്നത്. വാട്ട് ഈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോസിറ്റീവും, വാട്ട് ഔട്ട് ടു ബി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നോർമേറ്റീവും ആണ്. ഓക്കെ, ദെൻ മൈക്രോ എക്കണോമിക്സ് ഇസ് ഓൾസോ നോൺ ആസ് പ്രൈസ് തിയറി. മൈക്രോ എക്കണോമിക്സ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പ്രൈസ് തിയറി. ദെൻ മാക്രോ എക്കണോമിക്സ് ഡീൽസ് വിത്ത് ഡാഷ് ഇക്വിലിബ്രിയം. നമുക്കറിയാം, മാക്രോ എന്ന് പറയുന്നത് ചെറിയ ലെവലല്ല, ഒരു ജനറൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അതുകൊണ്ട് തന്നെ മാക്രോ എക്കണോമിക്സ് ഡീൽസ് വിത്ത് ഇക്വിലിബ്രിയം, ഡാഷ് ഇക്വിലിബ്രിയം. എന്ത് ഇക്വിലിബ്രിയമാണ്? ജനറൽ ഇക്വിലിബ്രിയം ആണ്. Okay, so the next question, labor intensive method uses dash amount of capital. labor intensive എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ലേബറിനെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് എന്നാണ്. അപ്പോൾ അവിടെ ക്യാപിറ്റൽ വളരെ കുറച്ച് മാത്രമാണ് ഉപയോഗിക്കുക. ഓക്കെ, ഇനി ഇതേ തന്നെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള മെത്തേഡിലാണെങ്കിലോ ക്യാപിറ്റൽ അധികമായിട്ട് ഉപയോഗിക്കും, ലേബർ കുറച്ചായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ ലേബർ ഇൻറ്റൻസീവ് മെത്തേഡ് യൂസസ് ഡാഷ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ, ലെസ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, ദെൻ ഡാഷ് ഈസ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഫോർഗോൺ. എന്താണ് ഡാഷ് ഈസ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഫോർഗോൺ എന്ന് പറയുന്നത്? എന്താണ്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, അവസരാത്മക ചെലവിനെ കുറിച്ച്. അപ്പോൾ നമ്മൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നോക്കി. ഇനി നമ്മൾ നോക്കുന്നത് സ്റ്റേറ്റ് വെദർ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫാൾസ്. ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇനി നമ്മൾ നോക്കുന്നത്. The usual shape of PPF, production possibility frontier, is convex to the origin. യൂഷ്വൽ ഷേപ്പ് ഓഫ് PPF എന്ന് പറയുന്നത് ഈസ് കോൺവെക്സ് ടു ദി ഒറിജിൻ ആണ്. പക്ഷെ അതെന്താണ്? ഇതൊരു ഫാൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ യൂഷ്വൽ ഷേപ്പ് ഓഫ് PPF എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൺകേവ് ടു ദി ഒറിജിൻ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, സോ
The rightward shift of PPC is due to depletion of resources. PPC റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡിപ്ലീഷൻ ഓഫ് റിസോഴ്സസ് അല്ല കാണിക്കുന്നത് അല്ലേ. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡിപ്ലീഷൻ ഓഫ് റിസോഴ്സസ് എന്നാണ്. അതുകൊണ്ടാണ് ഇതും ഒരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയത്. ഇനി ഹൗ ടു പ്രൊഡ്യൂസ് ഇംപ്ലൈസ് ദ ചോയ്സ് ഓഫ് ടെക്നിക്. ഇത് ശരിയാണോ? ശരിയാണ്. സോ ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടെക്നിക് ഉപയോഗിച്ച് എന്നുള്ളതിന് തുല്യമാണ് അല്ലേ. അപ്പോൾ അതൊരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി നമ്മൾ നോക്കുന്നത് കുറച്ച് നമുക്ക് ബ്രാക്കറ്റിൽ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആ ഓപ്ഷൻസിൽ നിന്ന് റൈറ്റ് ആയിട്ടുള്ള ആൻസർ കണ്ടെത്തലാണ്. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ദ ബുക്ക് ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് ഈസ് റിട്ടൺ ബൈ 4 ഓപ്ഷൻസ് ഉണ്ട്. മർഷാൽ, ആഡം സ്മിത്ത്, സാമുവൽസൺ, റോബിൻസ്. ഓക്കെ, ഈ 4 എക്കണോമിസ്റ്റുകളുടെ പേര് തന്നിട്ടുണ്ട്. ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്നത് ആരുടെ ബുക്കാണ്? ആഡം സ്മിത്തിൻ്റെ ബുക്കാണ് അല്ലേ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ റിവാർഡ് ഫോർ ഓൺട്രപ്രീനർഷിപ്പ്. നമ്മൾ ജസ്റ്റ് മുമ്പ് നമ്മുടെ ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്ന പാർട്ടിൽ നമ്മളിത് ഡിസ്കസ് ചെയ്തിരുന്നു. ദ റിവാർഡ് ഫോർ ഓൺട്രപ്രീനർഷിപ്പ് എന്ന് പറയുന്നത് ഏതാണ്? വേജസ് ആണോ, പ്രോഫിറ്റ് ആണോ, റെൻറ്റ് ആണോ, ഇൻട്രസ്റ്റ് ആണോ? സോ വേജസ് എന്ന് പറയുന്നത് ലേബർക്ക് കിട്ടുന്ന റിവാർഡാണ്. റെൻറ്റ് എന്ന് പറയുന്നത് ലാൻഡിന് കിട്ടുന്ന റിവാർഡാണ്. ഇനി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റലിന് കിട്ടുന്ന റിവാർഡാണ്. അപ്പോൾ ഓൺട്രപ്രീനർഷിപ്പിന് കിട്ടുന്ന റിവാർഡ് ഏതാണ്? ദാറ്റ് ഈസ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ 14ഓളം ക്വസ്റ്റ്യൻസ് കവർ ചെയ്തു. ഇനി നമുക്ക് അടുത്ത സെറ്റ് നോക്കാം. സോ 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ് മാക്രോ എക്കണോമിക്സ് ഇസ് ആൾസോ നോൺ ആസ്. മൈക്രോ എക്കണോമിക്സിനെ നമ്മൾ പ്രൈസ് തിയറി എന്ന് പറഞ്ഞു. അപ്പോൾ മാക്രോ എക്കണോമിക്സിനെ എന്താ പറയുക? ഇൻകം തിയറി എന്നും പറയാറുണ്ട്, അഗ്രിഗേറ്റ് എക്കണോമിക്സ് എന്നും പറയാറുണ്ട്. ഓക്കെ, 4 ഓപ്ഷൻസ് ഉണ്ട്. ഇൻകം തിയറി, അഗ്രിഗേറ്റ് എക്കണോമിക്സ്, പ്രൈസ് തിയറി, അതേപോലെ തന്നെ A&B. ഈ രണ്ടും പറയാറുണ്ട്. പക്ഷേ പ്രൈസ് തിയറി എന്ന് പറയുന്നത് എന്തിനെ പറയുന്നതാണ്? മൈക്രോ എക്കണോമിക്സിനെ പറയുന്നതാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഫീച്ചർ ഓഫ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസത്തിൻ്റെ ഫീച്ചർ എന്താണ്? പ്രൈവറ്റ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് മോട്ടീവ്, പ്രൈസ് മെക്കാനിസം, കൺസ്യൂമർ സോവറിനിറ്റി. ഓൾ ഓഫ് ദീസ് ശരിയാണ്. ഈ പറയുന്ന ക്യാപിറ്റലിസത്തിൻ്റെ ഫീച്ചേഴ്സാണ് എന്തൊക്കെ? പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിക്കോട്ടെ, പ്രോഫിറ്റ് മോട്ടീവ് ആയിക്കോട്ടെ, പ്രൈസ് മെക്കാനിസം ആയിക്കോട്ടെ, കൺസ്യൂമർ സോവറിനിറ്റി ആയിക്കോട്ടെ, ഇതെല്ലാം ഒരു ക്യാപിറ്റലിസത്തിൻ്റെ ഫീച്ചറാണ്. ഓക്കെ, ഇനി ദ അഡീഷണൽ കോസ്റ്റ് ഇൻ ടേംസ് ഓഫ് എ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് എ ഗുഡ് സാക്രിഫൈസ്ഡ് ടു പ്രൊഡ്യൂസ് ആൻ എക്സ്ട്രാ യൂണിറ്റ് ഓഫ് എ അതർ ഗുഡ് ഈസ് എന്താണ്? ശരിക്കും ഇത് എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്? ദി അഡീഷണൽ കോസ്റ്റ് ഇൻ ടേംസ് ഓഫ് എ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് എ ഗുഡ് സാക്രിഫൈസ് ടു പ്രൊഡ്യൂസ് ആൻ എക്സ്ട്രാ യൂണിറ്റ് ഓഫ് അതർ ഗുഡ്. ഒരു എക്സ്ട്രാ യൂണിറ്റ് മറ്റൊരു ഗുഡ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ വേണ്ടി എത്ര ഗുഡ്സ്, അഡീഷണൽ കോസ്റ്റ് ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് എ ഗുഡ്, നമ്മൾ എത്രത്തോളം ഗുഡ്സ് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു. അതറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? PPC എന്നാണോ, MOC എന്നാണോ, MP എന്നാണോ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നാണോ? സോ ഷുവർലി എന്താണ്? മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ദാറ്റ് ഈസ് MOC ആണ് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ടേം ഇൻവിസിബിൾ ഹാൻഡ് ഇസ് എ കോൺട്രിബ്യൂഷൻ ഓഫ്. ആരുടെ കോൺട്രിബ്യൂഷനാണ് ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറയുന്ന ടേം? സോ ഓഫ് കോഴ്സ് നമുക്കറിയാം, ആൽഫ്രഡ് മാർഷൽ അല്ല, പോൾ A. സാമുവൽസൺ അല്ല, ലയണൽ റോബിൻസ് അല്ല. അപ്പോൾ ആരുടെയാണ്? ഈ പറയുന്ന ആഡം സ്മിത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ് എന്ത്? ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറയുന്ന ഒരു ടേം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓൾ ദ സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് ഇൻ എ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ഇസ് സോൾവ്ഡ് ബൈ. സോ ഒരുപാട് എക്കണോമിക് പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട് ഒരു എക്കണോമിയിൽ. അങ്ങനെയുള്ള ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ എങ്ങനെയാണ് സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യപ്പെടുന്നത്? പ്രൈസ് മെക്കാനിസത്തിലൂടെയാണോ, പ്ലാനിങ്ങിലൂടെയാണോ, ഗവൺമെൻറ്റിലൂടെയാണോ, നൺ ഓഫ് ദീസ് ആണോ? സോ ഓഫ് കോഴ്സ് പ്രൈസ് മെക്കാനിസത്തിലൂടെയാണ് ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യപ്പെടുന്നത് അല്ലേ. ഇനി നമുക്ക് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. എക്കണോമിക് കോസ്റ്റ് ആണോ, ട്രാൻസ്ഫർ ഏർണിംഗ് ആണോ, ആൾട്ടർനേറ്റീവ് കോസ്റ്റ് ആണോ, ഓൾ ഓഫ് ദീസ് ആണോ? സോ ഓഫ് കോഴ്സ് എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്? ഓൾ ഓഫ് ദീസ് ആണ്. അതിൽ എക്കണോമിക് കോസ്റ്റ് വരും, ട്രാൻസ്ഫർ ഏർണിംഗ് വരും, ആൾട്ടർനേറ്റീവ് കോസ്റ്റ് വരും, എല്ലാം ഉൾപ്പെടും അല്ലേ. ഇനി so the next question, the collection of all possible combinations of the goods and services that can be produced from a given amount of resources and a given stock of technological knowledge is called. Okay, അപ്പോൾ ഇവിടെ എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ the collection of all possible combinations of the goods and services, എല്ലാ കളക്ഷനും നമുക്ക് പോസിബിൾ ആയിട്ടുള്ള എല്ലാ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ കളക്ഷനും ഉൾപ്പെടുന്നുണ്ട്. that can be produced from a given amount of resources and a given stock of technological knowledge. ഇതിനെ എന്താ പറയുന്നത്?
നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജിക്കൽ നോളജും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ട് ഓഫ് റിസോഴ്സസും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന പോസിബിൾ കോമ്പിനേഷൻസ്. ഓക്കെ, ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പോസിബിൾ കോമ്പിനേഷൻസിൻ്റെ കളക്ഷൻ അറിയപ്പെടുന്ന പേരെന്താണ്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ആണോ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് ആണോ, ഇൻഡിഫറൻസ് കർവ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഓഫ് കോഴ്സ് ഇതൊരു കളക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്നാണ് ഇതറിയപ്പെടുന്നത്, അല്ലേ? നമ്മൾ തൊട്ട് മുൻപ് നോക്കിയിരുന്നു ദ ബുക്ക് ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്. ഇത് പബ്ലിഷ് ചെയ്ത വർഷം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. പക്ഷേ ഈ ബുക്ക് പബ്ലിഷ് ചെയ്തത് ആരായിരുന്നു? സോ ആരാണ് എന്നുള്ളത് ഓർമ്മയുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ദ ബുക്ക് ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ബുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്ന വർഷം 1976 അല്ല, 1876 അല്ല, 1867 അല്ല, സോ 1776 ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ബുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും പോസിബിൾ ആയിട്ടുള്ള മാക്സിമം വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് എന്ന ചാപ്റ്ററിൽ നിന്നും. അപ്പോൾ ഈ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ സഹിതമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ഏരിയ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കുക. ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ വൺ വേർഡ് ക്വസ്റ്റ്യൻസിൻ്റെ ഏരിയാസ് കഴിഞ്ഞ ശേഷം നമ്മൾ 2 മാർക്കിൻ്റെയും അതേപോലെ തന്നെ നമുക്ക് 8 മാർക്കിന് എസ്സേക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.